പൊന്നാനി നഗരസഭ വാർഡ് 15-ൽ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചെറുവാക്കര GUP സ്കൂളിൽ വെച്ചാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു. കാൽ നൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ജനവിഭാഗത്തിൻ്റെ വിവിധങ്ങളായ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന അഭിമാനകരമായ മുഹൂർത്തത്തിലാണ് നിങ്ങളെല്ലാവരും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ സാമൂഹ്യ മുന്നേറ്റത്തിൽ നിർണായകമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നാം രൂപീകരിച്ച കുടുംബശ്രീ കാൽ നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്ന ഈ ഘട്ടത്തിൽ, ഒരു നവകേരളം സൃഷ്ടിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ ഇടപെടലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും നമുക്ക് സ്ത്രീകൾക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ കേരളത്തിലുണ്ട്. താരതമ്യേന പീഡനങ്ങളൊക്കെ കുറവുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനം തന്നെയാണ് കേരളം എല്ലാ അർത്ഥത്തിലും. എന്നിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശിച്ചൊക്കെ മുൻപ് സൂചിപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ കുടുംബശ്രീയുടെ 26 വർഷങ്ങൾ മെയ്യിൽ പൂർത്തിയാവുകയാണ്. അങ്ങനെ ഒരു 26 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിലും നമ്മൾ വിചാരിച്ച ഒരു വളർച്ച നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എന്നുള്ള രീതിയിലും കുടുംബശ്രീ പ്രസ്ഥാനം എന്ന രീതിയിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എല്ലാം കൊണ്ടും നമ്മൾ സ്ത്രീകൾ പുറത്തിറങ്ങി, നമ്മൾ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യമല്ല നമുക്ക് പുറത്തിറങ്ങി കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൂടെ കുറച്ച് കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും അത് സംരംഭ മേഖലയിൽ തന്നെയാണ്. ADS പ്രസിഡന്റ് ഉദയ പതിയാരത്ത് അധ്യക്ഷയായി. CDS പ്രസിഡന്റ് ധന്യ, മുൻ കൗൺസിലർ ധന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അയൽക്കൂട്ടം അംഗം വിജയ P, ADS പ്രസിഡന്റ് ഉദയ, മികച്ച സംരംഭക സെറീന, CDS പ്രസിഡന്റ് ധന്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ADS ഭരണസമിതി അംഗങ്ങളായ സിന്ധു EV, സബിത KT, അനിത U, ഷാജിദ, സവിത, ലത, അഞ്ജലി, രേഷ്ല എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ അയൽക്കൂട്ടങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. PGTV ന്യൂസ് പൊന്നാനി. അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു. അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു. ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്.